നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും. നിന്റെ പ്രവർത്തികൾ നിന്റെ തന്നെ തലയിൽ നിപതിക്കും. രാഷ്ട്രീയത്തിൽ പല നേതാക്കളും തിരിച്ചടി നേരിടുമ്പോൾ പറയുന്ന പഴയ നിയമത്തിലെ ചില വാചകങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ഇത് അക്ഷരം പ്രതി പാലിച്ച ഒരു നേതാവുണ്ട് ഈ രാജ്യത്ത്. നര ചന്ദ്രബാബു നായിഡു എന്ന എൻ ചന്ദ്രബാബു നായിഡു. അതെ, നാം ഇന്നറിയുന്ന ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെ. ഇനി മുഖ്യമന്ത്രിയായി മാത്രമേ താൻ ഇങ്ങോട്ടുള്ളൂ എന്ന് ശപഥമെടുത്ത് ആന്ധ്ര നിയമസഭയുടെ പടിയിറങ്ങിയ ചന്ദ്രബാബു നായിഡു ആ ശപഥം നിറവേറ്റി. ഇക്കഴിഞ്ഞ ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി. അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നപ്പോൾ തന്നെ വേട്ടയാടിയ, തടവറയിലടച്ച മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയോട് ക്ഷമിക്കാൻ തയ്യാറല്ലാത്ത ചന്ദ്രബാബു നായിഡുവിൻ്റെ ജീവിതം സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന വഴിത്തിരിവുകൾ നിറഞ്ഞതാണ്. ഇന്ന് കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന അച്ചുതണ്ടായി മാറിയ TDPയുടെ തലവൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് പോയി വരാം. തിരുപ്പതി ജില്ലയിലെ നരവരിപ്പള്ളിയിലെ ഒരു കാർഷിക കുടുംബത്തിൽ 1950 ഏപ്രിൽ 20-നാണ് ചന്ദ്രബാബു നായിഡു ജനിച്ചത്. പിതാവ് നര ഖർജുര നായിഡു, അമ്മ അമ്മാനമ്മ. നര ഖർജുര നായിഡു അമ്മാനമ്മ ദമ്പതികൾക്ക് ചന്ദ്രബാബുവിനെ കൂടാതെ മറ്റൊരു മകനും 2 പെൺകുട്ടികളുമുണ്ട്. ചെറുപ്പത്തിലെ തന്നെ വിറ്റിലിഗോ രോഗബാധിതനായിരുന്നു ചന്ദ്രബാബു നായിഡു. ചർമ്മത്തിൽ വെളുത്ത പാടുകൾ ഉണ്ടാകുന്നത് ഈ രോഗത്തിൻ്റെ ഭാഗമായാണ്. എന്നാൽ ചർമ്മത്തിലെ വെള്ളപ്പാണ്ട് സൃഷ്ടിക്കുന്ന അപകർഷതാബോധത്തെയൊക്കെ മറികടക്കാൻ വളരെ ചെറുപ്പത്തിലെ ചന്ദ്രബാബു നായിഡുവിന് കഴിഞ്ഞിരുന്നു. തൻ്റെ ഗ്രാമമായ നരവരിപ്പള്ളിയിൽ അക്കാലത്ത് സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ശേഷപുരത്തെ പ്രൈമറി സ്കൂളിലാണ് ചന്ദ്രബാബു നായിഡു 5ാം ക്ലാസ് വരെ പഠിച്ചത്. തുടർന്ന് ചന്ദ്രഗിരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെയും പഠിച്ചു. പഠിക്കാൻ മിടുക്കനായിരുന്ന ചന്ദ്രബാബു നായിഡു ക്ലാസ് ലീഡറുമായിരുന്നു. തിരുപ്പതിയിലുള്ള ശ്രീ വെങ്കടേശ്വര ആർട്സ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ചന്ദ്രബാബു നായിഡു അതിനിടയിൽ തൻ്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരുന്നു. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യൂണിയൻ നേതാവായിട്ടാണ് നായിഡു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. 1975-ൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൽ അദ്ദേഹം ചേർന്നു. അധികം താമസിക്കാതെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക ചാപ്റ്ററിൻ്റെ പ്രസിഡന്റുമായി. 1975-ൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ശേഷം അദ്ദേഹം സഞ്ജയ് ഗാന്ധിയുടെ അനുയായിയായി മാറുകയായിരുന്നു. 1978-ൽ തൻ്റെ 28ാമത്തെ വയസ്സിൽ കോൺഗ്രസ് നേതാവായി നിയമസഭയിലേക്ക് കന്നിയംഗം. മുതിർന്ന കോൺഗ്രസ് നേതാവ് NG രംഗയുടെ സഹായത്തോടെയാണ് ചന്ദ്രബാബുവിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നത്. യുവാക്കൾക്കുള്ള 20% സംവരണം എന്ന പാർട്ടി നയം അദ്ദേഹത്തെ തുണച്ചു. ചന്ദ്രഗിരി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ചന്ദ്രബാബു നായിഡു കന്നി അംഗത്തിൽ തന്നെ വിജയിച്ച് നിയമസഭയിലെത്തി. തുടക്കത്തിൽ ആന്ധ്രാപ്രദേശ് ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് T. അഞ്ജനയുടെ സർക്കാരിൽ മന്ത്രിയുമായി. 1980-നും 1983-നും സംസ്ഥാന സർക്കാരിൽ ആർക്കൈവ്സ്, സിനിമ, സാങ്കേതിക വിദ്യാഭ്യാസം, ചെറുകിട ജലസേചനം തുടങ്ങി വിവിധ വകുപ്പുകൾ നായിഡു വഹിച്ചിരുന്നു. 28-ാം വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA എന്ന ചരിത്രം കുറിച്ച ചന്ദ്രബാബു നായിഡു 30-ാം വയസ്സിൽ മന്ത്രിയുമായി. ശരവേഗത്തിലായിരുന്നു നായിഡുവിൻ്റെ വളർച്ച. സിനിമാ മന്ത്രിയായിരിക്കെ നായിഡു തെലുങ്ക് സിനിമയിലെ ജനപ്രിയ ചലച്ചിത്ര താരം NT രാമറാവുമായി അടുത്തു. 1981 സെപ്റ്റംബറിൽ അദ്ദേഹം റാവുവിൻ്റെ 2ാമത്തെ മകളായ ഭുവനേശ്വരിയെ വിവാഹം കഴിച്ചു. അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അന്ന് ചന്ദ്രബാബു കോൺഗ്രസിൽ തന്നെയായിരുന്നു. പക്ഷേ NTRന് അയാളുടെ കഴിവിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. ചന്ദ്രബാബു നായിഡു ഭുവനേശ്വരിയെ വിവാഹം കഴിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷം NTR പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. പേര് തെലുങ്ക് ദേശം പാർട്ടി. എന്നാൽ ഭാര്യാപിതാവിൻ്റെ പുതിയ പാർട്ടിയിൽ ചേരാൻ ചന്ദ്രബാബു നായിഡു തയ്യാറായില്ല. വീണ്ടും ഒരു വർഷം പിന്നിട്ടതോടെ ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. 1983-ൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ തെലുങ്ക് ദേശം പാർട്ടി അത്ഭുതകരമായ വിജയം നേടി. ആന്ധ്രാപ്രദേശിൻ്റെ അധികാരവും അവർ പിടിച്ചെടുത്തു. ആന്ധ്രാപ്രദേശിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാരിന് NTR രൂപം കൊടുത്തു. ഭാര്യാപിതാവിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച ചന്ദ്രബാബു നായിഡു ചന്ദ്രഗിരി നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. TDPയുടെ സ്വാധീനവും ഭാവിയും തിരിച്ചറിഞ്ഞ ചന്ദ്രബാബു നായിഡു അധികം താമസിക്കാതെ TDPയിലെത്തി. മരുമകന് അർഹമായ പരിഗണന തന്നെ പാർട്ടിയിലും NTR നൽകി. TDPയിൽ ചന്ദ്രബാബു നായിഡു തൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. 1986-ൽ TDPയുടെ ജനറൽ സെക്രട്ടറിയായി NTR ചന്ദ്രബാബു നായിഡുവിനെ നിയമിച്ചു. ക്രമേണ NTRൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലേക്ക് മരുമകനെത്തി. 1989-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നായിഡു കുപ്പം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് 5000 വോട്ടുകൾക്ക് വിജയിച്ചു. പക്ഷേ കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചതിനാൽ നായിഡുവിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. രാമറാവു അദ്ദേഹത്തെ TDPയുടെ കോർഡിനേറ്ററായി നിയമിച്ചു. അതിൽ അദ്ദേഹം നന്നായി ശോഭിക്കുകയും ചെയ്തു. നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ഘട്ടത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് പാർട്ടിയുടെ തുടർന്നുള്ള വിജയത്തിന് നിർണായക ഘടകമായിരുന്നു. 1994-ലെ തെരഞ്ഞെടുപ്പിൽ കുപ്പം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും വിജയിച്ച് NTR മന്ത്രിസഭയിൽ ധനകാര്യ റവന്യൂ വകുപ്പ് മന്ത്രിയായി. പക്ഷേ അപ്പോൾ NT രാമറാവുവിൻ്റെ കുടുംബത്തിലും ചില നിർണായക സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. 85-ൽ NTRൻ്റെ ഭാര്യ നന്ദമൂരി ബസവതാരക മരിച്ചിരുന്നു.
1993 NTR ഒരു കോളേജ് അധ്യാപികയായ ലക്ഷ്മി ശിവപാർവതിയെ വിവാഹം കഴിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. രണ്ടാം വിവാഹത്തിന് പിന്നാലെ NTR ലക്ഷ്മി ശിവപാർവതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി. ക്രമേണ അദ്ദേഹം രോഗബാധിതനുമായി. NTRനെ മുൻനിർത്തി ഭാര്യയാണ് ഭരണം നടത്തുന്നത് എന്ന് പരാതി വന്നു. അങ്ങനെയിരിക്കെ NTRന്റെ 12 മക്കളുടെയും പിന്തുണയോടെ ചന്ദ്രബാബു നായിഡു സ്വന്തം പാർട്ടിയിൽ സ്വന്തം ഭാര്യാപിതാവിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചു. 1995 സെപ്റ്റംബർ 1 NTRന്റെ നേതൃത്വത്തിനെതിരായ വിജയകരമായ അട്ടിമറിയെ തുടർന്ന് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രായം 45 വയസ്സ് മാത്രമായിരുന്നു. 1996 NTR ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. ഈ മരണവും വിവാദമായി. അമിതമായ ലൈംഗിക ഉത്തേജക മരുന്നുകൾ കൊടുത്ത ലക്ഷ്മി പാർവതിയാണ് മരണത്തിന് ഉത്തരവാദി എന്നുവരെ നായിഡു പക്ഷക്കാർ ആരോപിച്ചിരുന്നു. NTR കുടുംബത്തിലും തെലുങ്കുദേശം പാർട്ടിയിലും ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ചന്ദ്രബാബു നായിഡു അപ്പോഴേക്കും വളർന്നു. 5 വർഷം തൻ്റെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും തെലുങ്കുദേശം പാർട്ടി വിജയിക്കുകയും 1999 ഒക്ടോബർ 11 രണ്ടാമതും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. ഈ കാലയളവിൽ വലിയ വികസനമാണ് ആന്ധ്രയിൽ ഉണ്ടായത്. കേന്ദ്രത്തിൽ ഭരണ അസ്ഥിരതയുടെ കാലമായിരുന്നു 90കളുടെ അവസാന കാലം. 2000ന്റെ തുടക്ക സമയത്ത് മൂന്നാം മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും അദ്ദേഹം പരിഗണിക്കപ്പെട്ടു. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭരണകാലത്ത് IT മേഖലയിൽ സംസ്ഥാനം വലിയ പുരോഗതി കൈവരിച്ചു. നിരവധി ആഗോള IT കമ്പനികളെ വരെ കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന ആധുനിക ഹൈദരാബാദ് സൃഷ്ടിച്ചതിൽ നായിഡുവിൻ്റെ പങ്ക് ചെറുതായി കാണാൻ കഴിയില്ല. സംസ്ഥാനത്ത് മൊത്തത്തിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇക്കാലത്ത് ഉണ്ടായത്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും സംസ്ഥാന സർക്കാരിൻ്റെ അതിഥിയായി ഹൈദരാബാദിൽ എത്തിയിരുന്നു. വിദേശ സ്വദേശ മൂലധനം ആന്ധ്രയിലേക്ക് കുത്തിയൊഴുകി. ചന്ദ്രബാബു നായിഡു മോഡൽ എന്ന പദപ്രയോഗം പോലും അക്കാലത്തുണ്ടായി. ആന്ധ്ര പിളർന്ന് തെലുങ്കാനയായതും YSR കോൺഗ്രസിൻ്റെ ഉദയവും TDPയുടെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പ്രഭാവത്തിന് മങ്ങലേൽപ്പിച്ചു. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസ് നേതാവായ ജഗൻമോഹൻ റെഡ്ഡി മൃഗീയ ഭൂരിപക്ഷത്തോടെ ആന്ധ്രയുടെ അധികാരം പിടിച്ചു. പിന്നെയുള്ള 5 വർഷം ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് വേട്ടയാടലുകളുടേതായിരുന്നു. സംസ്ഥാന ഭരണകൂടം ചന്ദ്രബാബു നായിഡുവിനെ വിടാതെ വേട്ടയാടി. അഴിമതി കേസുകളിൽ ഒന്നിനു പുറകെ ഒന്നായി ചന്ദ്രബാബു നായിഡുവിനെ പ്രതി ചേർത്തു. അതിനു മുമ്പ് തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഓഫീസായിരുന്ന പ്രജാദേവികെ പൊളിച്ചുമാറ്റി. തൊട്ടു പിന്നാലെ നായിഡുവിൻ്റെ വീട് പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകി. ചന്ദ്രബാബു നായിഡുവിനെ വീട്ടുതടങ്കലിലുമാക്കി. അധികാരം സ്വന്തമാക്കി മുഖ്യമന്ത്രിയായതിനു ശേഷം മാത്രമേ ഇനി ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്ക് മടങ്ങി വരൂ എന്ന് 2021 നായിഡു കണ്ണീരോടെ ശപഥം ചെയ്താണ് നിയമസഭ വിട്ടത്. അത് കഴിഞ്ഞും നായിഡുവിനെ ജഗൻ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. നായിഡുവിൻ്റെയും ഭുവനേശ്വരിയുടെയും 42ാം വിവാഹ വാർഷികമായിരുന്നു 2023 സെപ്റ്റംബർ 10. അന്ന് ഒരുമിച്ച് ക്ഷേത്രദർശനം നടത്താനും ഇരുവരും തീരുമാനിച്ചിരുന്നു. എന്നാൽ തലേന്ന് ആന്ധ്രാപ്രദേശ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നായിഡുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ വെളുപ്പിന് 3 അവസാനിച്ചത്. നായിഡു പിന്നീട് ആശുപത്രിയിലേക്ക് മാറി. അവിടെ നിന്ന് 4:30 വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ. പുലർച്ചെ 6 മണിയോടെ ആന്ധ്രയെ പ്രക്ഷുബ്ധമാക്കിയ ആ വാർത്തയെത്തി. 371 കോടി രൂപയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്തു. ചന്ദ്രബാബു നായിഡു ജയിലിലായത് NTRന്റെ രണ്ടാം ഭാര്യ ലക്ഷ്മി പാർവതിയാണ് പരസ്യമായി ആഘോഷിച്ചത് എന്നത് മറ്റൊരു വസ്തുത. ഹുസൈൻ സാഗർ തടാകത്തിലെ NTR സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് അവർ നായിഡുവിൻ്റെ അറസ്റ്റിനെ സ്വാഗതം ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്നുവെന്ന റെക്കോർഡിനുടമയായ ചന്ദ്രബാബു നായിഡു 371 കോടി രൂപയുടെ അഴിമതിക്കേസിൽ രാജമുന്ദ്രി സെൻട്രൽ ജയിലിലെ 7691 നമ്പർ തടവുകാരനായി കഴിഞ്ഞത് 53 ദിവസമാണ്. ജയിലിൽ കഴിയവേ ചന്ദ്രബാബു നായിഡു ശക്തി സംഭരിക്കുകയായിരുന്നു. പവൻ കല്യാണുമായി ജയിലിൽ വെച്ച് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. BJPയുമായി സഖ്യസാധ്യതകൾ വിശകലനം ചെയ്തു. ജയിലിൽ നിന്നിറങ്ങിയ നായിഡു തൻ്റെ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാക്കി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിൽ ആകെയുള്ള 175 സീറ്റിൽ 125 ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി നേടി. തൻ്റെ ശപഥം പോലെ മുഖ്യമന്ത്രിയായി തന്നെ ആന്ധ്ര നിയമസഭയിലെത്തി. അംഗങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് സ്വീകരിച്ചത്. ആകെ 20 സീറ്റിലാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിന് ജയിക്കാനായത്. പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടി 17 സീറ്റും നേടി. BJPക്ക് 7 സീറ്റുണ്ട്. ഇതിൽ നായിഡുവും പവൻ കല്യാണും BJPയും സഖ്യത്തിലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും NDA ആന്ധ്രയിൽ നേട്ടമുണ്ടാക്കി. 16 സീറ്റിൽ TDP ജയിച്ചു. 3 BJPയും 2 JNPയും വിജയിച്ചു. കോൺഗ്രസിന് ലോക്സഭയിൽ സീറ്റൊന്നും കിട്ടിയില്ല. താൻ അനുഭവിച്ച വേട്ടയാടലുകളൊന്നും മറന്നിട്ടില്ല ചന്ദ്രബാബു നായിഡു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തെളിയിക്കുന്നത്. ഗുണ്ടൂർ ജില്ലയിലെ താടപ്പള്ളിയിലെ YSR കോൺഗ്രസിൻ്റെ കേന്ദ്ര ഓഫീസ് കെട്ടിടം മംഗളഗിരി താടപ്പള്ളി മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ MTMS അധികൃതർ പൊളിച്ചുമാറ്റി. ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. അനധികൃത നിർമ്മാണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി.
ചന്ദ്രബാബു നായിഡു പക വീട്ടുകയാണെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പൊളിക്കാനായി മണ്ണുമാന്തി യന്ത്രങ്ങളും ബുൾഡോസറുകളും ഇനി നീങ്ങുക ജഗൻമോഹൻ റെഡ്ഡിയുടെ ആഡംബര വസതി ലക്ഷ്യമാക്കി തന്നെയാകും. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും, നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ നിപതിക്കും എന്നത് വെറുമൊരു പഞ്ച് ഡയലോഗും മാത്രമല്ല ചന്ദ്രബാബു നായിഡുവിന്.